പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെ വാക്യങ്ങൾ ഇന്ന് നമ്മൾ തിരുവചനത്തിൽ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയിൽ വായിച്ചു ധ്യാനിക്കുന്നു. പത്രോസ് അജപാലകൻ എന്ന രീതിയിൽ ഈശോ പത്രോസിനെ സഭയുടെ തലവനായി നിയമിച്ചാക്കുന്നതാണ് ഈ തിരുവചനം. 3 തവണ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് പത്രോസിനെ കൊണ്ട് അതിന്റെ ഉത്തരവും പറയിപ്പിച്ച് ഈശോ തന്റെ ഉത്തരവാദിത്വം പത്രോസിനെ ഫലമേൽപ്പിക്കുന്നു. ആത്മീയമായ രീതിയിൽ നമ്മൾ അതിനെ ഇങ്ങനെയൊന്ന് കാണാൻ ശ്രമിക്കുന്നു. 3 തവണ ഒരേ ചോദ്യം, 3 വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ചു നിൽക്കുന്ന പത്രോസ് നൽകുന്ന 3 ഉത്തരങ്ങൾ. ഏതാണ് ആ 3 വ്യത്യസ്ത തലങ്ങൾ? ഒന്നാമത് ഈശോ ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസിനോടുള്ള ആദ്യ ചോദ്യം, നിന്റെ പ്രിയപ്പെട്ട എല്ലാ വ്യക്തികളെയും, നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രിയപ്പെട്ടവരായി വേണ്ടപ്പെട്ടവരായുള്ള ഒത്തിരിയേറെ ആളുകളുണ്ട്, എല്ലാ ആളുകളെയും എല്ലാ വ്യക്തികളെയും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഈശോ ഉദ്ദേശിക്കുന്നത്, നീ ഒരു മുക്കുവനായിരുന്നു, നിനക്ക് അതുമായി ബന്ധപ്പെട്ട ജോലി ഉപകരണങ്ങളുണ്ട്, നിനക്ക് ഏറെ സാധനങ്ങൾ വസ്തുക്കൾ നിന്റേതായുണ്ട്, നിന്റെ എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് പത്രോസ് ദുഃഖിതനാകുന്നുണ്ട്. കുറച്ചുകൂടി ഇന്റിമസിയുള്ള, ഹൃദയ അടുപ്പമുള്ള ചോദ്യം. ഒരുപക്ഷെ ആ ചോദ്യം ഈശോ ചോദിക്കുന്നത്, നീ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് മൂന്നാമത്തേതിനും ഏറ്റവും ഹൃദ്യമായി ഉത്തരം പറയുന്നു, കർത്താവെ, നീ അത് അറിയുന്നല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോടും 3 വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഈ ഒരേ ചോദ്യം ചോദിക്കുന്നു. നിനക്കുള്ള എല്ലാ വ്യക്തികളെയും കാൾ, നിനക്കുള്ള എല്ലാ വസ്തുക്കളെയും കാൾ, നിന്നേക്കാൾ തന്നെ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് നിയന്ത്രിച്ച് പരിപാലിച്ച് നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തോടും പത്രോസിനോട് ചോദിച്ചതുപോലെ അങ്ങ് ചോദിക്കുന്നല്ലോ, നീ നിന്റെ ചുറ്റുമുള്ള നിന്റെ പ്രിയപ്പെട്ടവരായ വേണ്ടപ്പെട്ടവരായ എല്ലാവരെയും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. നീ ഉപയോഗിക്കുന്ന നിനക്ക് പ്രിയപ്പെട്ട ഒത്തിരി വസ്തുക്കളുണ്ട്, അവയെല്ലേക്കാൾ എല്ലാം ഉപരിയായി എന്നെ സ്നേഹിക്കുന്നു. നീ നിന്നെ തന്നെ ഏറെ സ്നേഹിക്കുന്നു, അതിനെ നിന്നേക്കാൾ ഉപരിയായി തന്നെ നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, പത്രോസിനെ പോലെ ജീവിതം കൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനും നിന്റെ നല്ല ശിഷ്യരായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.